പരീക്ഷയ്ക്ക് തോറ്റാൽ എന്ത് സംഭവിക്കും? എന്ത് ചോദ്യമാണിത് എന്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നത് അല്ലേ? +2 തോറ്റു കഴിഞ്ഞാൽ അത് വലിയൊരു പണി തന്നെയാണ് മക്കളെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2ൽ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. +1 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞതാണ്, ഇനി നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സേ എക്സാം ഉണ്ട് അല്ലേ? ഈ സേ എക്സാമിനും നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വൻ പണിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം നമുക്ക് സേ എക്സാമിന് ആകെ കുറച്ച് ദിവസമേ അത് കഴിഞ്ഞിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് വേണം നിങ്ങൾ ഒന്നേന്ന് പഠിച്ചത് എഴുതേണ്ടത്. അതിലും നിങ്ങളുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ +1ലെ മാർക്ക് നിങ്ങൾ നോക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിലാണ് നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടായതെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സിലാണ് ഉണ്ടായതെങ്കിൽ, മാത്സോ ബയോളജി വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പോൾ ആ സബ്ജക്റ്റിൽ +1ൽ നിങ്ങളൊരു മിനിമം മാർക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ ആ സബ്ജക്റ്റ് +1 തൊട്ടേ നിങ്ങൾ എഴുതേണ്ടി വരും. അതായത് +1ഉം +2 കൂടി ഒരുമിച്ച് പഠിച്ച് അടുത്ത വർഷം വീണ്ടും എഴുതേണ്ടി വരും. അത് ഡബിൾ വർക്കാണ്, വലിയ ലോഡാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിനേക്കാൾ ഏറ്റവും ഉപരി നമ്മളെ അലട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഡിഗ്രിക്കും കോഴ്സുകൾക്കും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിനും പോകാൻ പറ്റാതെ +2 പാസ്സാകാതെ നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് വലിയൊരു അവസ്ഥ തന്നെയാണ്. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതായി പോകുന്നൊരു സമയമായിട്ട് മാറും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും കാര്യങ്ങളെ കൊണ്ട് പോകരുത്. ഈ ഒരു മൊമെൻറ്റ് അടിപൊളിയായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഒരിക്കലും ഈ ഒരു സമയം പാഴാക്കി കളയരുത് മക്കളെ. കാരണം അതിൻ്റെ വില നിങ്ങൾ നമ്മൾ സാധാരണ ഡയലോഗിലൊക്കെ പറയും, വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം നന്നായിട്ട് തന്നെ പഠിക്കുക. ഉഴപ്പുന്ന ഒരുപാട് പേരുണ്ട്, എന്തെങ്കിലും വരട്ടെ എന്നൊക്കെ വിചാരിക്കുന്നവർ. പക്ഷേ അങ്ങനെ വിചാരിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ലൈഫ്. സോ അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ, ഈ ഒരു ഒറ്റ മന്തെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ, നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ സിൻസിയറിറ്റി മാത്രം മതി. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യൂ, മടി പിടിക്കാതെ സടകുടം എഴുന്നേറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളൂ, അടിപൊളി മാർക്ക് സ്കോർ ചെയ്യൂ. ഈ വർഷം തന്നെ പാസ് ഔട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ